എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബേഴ്സിന് പ്രത്യേകിച്ചും സബ്സ്ക്രൈബർ ഒരുപാടുണ്ടെങ്കിലും വ്യൂസ് കുറവ് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഇതുവരെ ആയിട്ടില്ല അങ്ങനെയൊക്കെയുള്ളവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം യൂട്യൂബേഴ്സ് കാണിക്കുന്ന ഒരു അബദ്ധമാണ് മിക്കവാറും അതൊരു സ്പാം എന്നുള്ള രീതിയിലേക്ക് പോയിട്ട് യൂട്യൂബ് ഡൗൺ ആക്കും, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് എന്നൊന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ആദ്യം പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പരിചയക്കാരോട്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ്സ്, റിലേറ്റീവ്സ് ഇങ്ങനെ പരിചയമുള്ള കണ്ണിൽ കണ്ടവരോടൊക്കെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നിർബന്ധിച്ച് പറയുന്നതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ അവർ നിങ്ങളുടെ വീഡിയോയിൽ ഒരു താല്പര്യവും കാണത്തില്ല. പൊതുവേ നമ്മുടെ ഉയർച്ചയൊന്നും അവർ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ ബൗൺസ് റേറ്റ് കൂടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതായത് സബ്സ്ക്രൈബറായിട്ട് ഉള്ളവർ വെറുതെ ഒന്ന് പോയി എത്തി നോക്കിയിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്താണെന്നുള്ള സബ്ജക്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെയുണ്ടെന്നോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തിരികെ പോരും. അപ്പോൾ അത് ബൗൺസ് റേറ്റ് കൂടുമെന്ന് പറയും യൂട്യൂബിൽ. അതായത് യൂട്യൂബിൻ്റെ വാച്ച് ടൈം കുറവാണ്, തീരെ കുറവ്. അപ്പം യൂട്യൂബിൻ്റെ ആൽഗോരിതം തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് കണ്ടൻറ്റ് ഒന്നെങ്കിൽ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ തംബ്നെയിൽ ഫേക്കാണ്, അല്ലെങ്കിൽ അത് കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് വിചാരിച്ചാണ് ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നുകിൽ നോക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ വന്നാൽ പോലും അവരത് ക്ലിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ യൂട്യൂബ് എന്ത് വിചാരിക്കും, ഇത് ലോ ഗ്രേഡ് ആണ്, അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബർ വെറുതെ സ്പാമാണ്, അല്ലെങ്കിൽ ആ കമൻസൊക്കെ സ്പാമാണ് എന്ന് വിചാരിച്ച് യൂട്യൂബ് ഡൗൺ ചെയ്യും. നിങ്ങളുടെ ചാനൽ ഒരു ഫ്രീസ് ആയ പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീരെ വ്യൂസ് ഇല്ല, ഒരു ഗ്രോത്തും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം. അപ്പോൾ തന്നെ CTR കുറവായിരിക്കും, ക്ലിക്ക് ത്രൂ റേറ്റും കുറവായിരിക്കും സബ്സ്ക്രൈബറെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ യൂട്യൂബിന് സെൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ ഉയരാതെ ഡൗൺ ആയിട്ട് പോവുകയും ചെയ്യും. പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഒരുമിച്ച് നമുക്ക് നീങ്ങാം, ഒരുമിച്ച് കൂട്ടായിട്ട് നീങ്ങാം, സബ്സ്ക്രൈബർ കുറേ കൊണ്ടുവരാം, അതുപോലെ ഒരുമിച്ച് ഷെയർ ചെയ്യാം, ഒരുമിച്ച് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരു പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അബദ്ധം കാണിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം ഇത് ഒരു ഫേക്ക് ആണെന്നുള്ളത് യൂട്യൂബിന് പിടികിട്ടും, സ്പാമായിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ യൂട്യൂബ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആരോടും തന്നെ പറയണ്ട. കാരണം നിങ്ങളുടെ ചാനലിൻ്റെ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യും. നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. അവർക്ക് അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പം നമ്മളെ പ്രത്യേകിച്ച് അറിയാൻ വയ്യാത്തവർ നമ്മുടെ ഉയർച്ചയിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. അതേസമയം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ, നമ്മുടെ പ്രത്യേകിച്ച് സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ, അവരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ വിടുന്നത്. അല്ലെങ്കിൽ ചിലരൊക്കെ റിപ്പോർട്ട് വരെ ചെയ്തെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നത് നമ്മളെ കൂടുതലായിട്ട് അറിയാൻ വയ്യാത്തവരാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട, ഒരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എല്ലായിടത്തും വിളംബരം ചെയ്ത് എല്ലാ ഗ്രൂപ്പിലും ഇട്ട്, അതുപോലെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ക്ലാസ്മേറ്റ്സിനോടും ഇങ്ങനെയുള്ളവരോടും എല്ലാം പറഞ്ഞ് അത് നിങ്ങളുടെ യൂട്യൂബിൻ്റെ വളർച്ചയെ തളർച്ചയാക്കി മാറ്റുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധ വയ്ക്കണം.